നമ്മൾ കരുതും ഇവരൊക്കെ ചിലപ്പോൾ ഖാദർ കരിപ്പൊടിയായിരുന്നാലും ഫിറോസ് കുന്നുംപറമ്പിലായിരുന്നാലും ഷിയാസ് കരീമാണെങ്കിലും സജന ഫിറോസ് ഇവരായിരുന്നാലും ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫേമസ് ആയി കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയി വെട്ടുകിളി ഫാൻസ് ആയി ഇവര് പറയുന്നത് എന്തും കേൾക്കാനും കാണാനും ഇവർക്ക് വേണ്ടി തുള്ളാനും എഴുതാനും തെറി പറയാനും ഒക്കെ ആൾക്കാരുള്ളതിന്റെ പേരിലാണ് ഇവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ചിന്തിച്ചു വെച്ചിരുന്നത്. എന്നല്ലതല്ല, ചെറുപ്പത്തിലെ മദ്രസയിൽ ഈ പാഠപുസ്തകം പഠിച്ചിരുന്ന ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഷിയാസ് ഈ സ്വഭാവം. അത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. വിമർശനമാണെങ്കിൽ മദ്രസ പഠനങ്ങളിൽ നിന്നും ലഭിച്ച അറിവുകൾ അദ്ദേഹം സമൂഹത്തിലേക്ക് വാരി വിതറുകയായിരുന്നു. മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, സമൂഹത്തോട്, സാമൂഹ്യ ജീവികളോട്, നാടിനോട് ഒക്കെ ഒരു പ്രതിബദ്ധത കാണിക്കണമല്ലോ. അത് അദ്ദേഹം കുറച്ച് ആത്മാർത്ഥമായിട്ട് കാണിച്ചു പോയി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏക തെറ്റ്. കേട്ടോ, ഈ ഒരു സ്വഭാവക്കാരനാണെന്നാണോ പറയുന്നത്? ഷിയാസ് എന്ന് പറഞ്ഞ ഒരു ചുരിദാർ എവിടെയും കണ്ടു കഴിഞ്ഞാൽ അതിന് പുറകെ പോകും. ഇപ്പോൾ ഒളിവിൽ പോയിട്ട് തന്നെ പിടിക്കാനും സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റയിൽ ഒരു 2 പെൺപിള്ളേരെ ഫോട്ടോ ഇട്ട് മെസ്സേജ് ചെയ്താൽ എവിടെ പോയാലും അതിലേക്ക് തിരിച്ച് മെസ്സേജ് അയക്കും. ഉള്ളു പെണ്ണിന്റെ ഇത് തന്നെയാണ് കൂടുതലായിട്ട്. അതിന്റെ പുറകെ കുറെ ഗുണ്ടായ സംഘങ്ങളുണ്ട്. ഇപ്പം ഭീഷണിപ്പെടുത്തലൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പണ്ടും ഷിയാസ് ഈ വക കൊട്ടേഷനുകൾ അനസിന് കൊടുത്തിട്ടുണ്ട്. പലതവണ ഷിയാസും അനസും ഒരുമിച്ചുണ്ടായിരുന്നു. വർക്കുകൾ വരുമ്പോൾ അനസിന് കൊടുക്കും. അത് നമുക്ക് അനസ് നമ്മുടെ അടുത്ത് പറയും, നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഷിയാസ് ഇതിനകത്തൊന്നും വരില്ല. ഇല്ലില്ല, പുള്ളി ഒരു നല്ലൊരു സെലിബ്രിറ്റി മോഡലിൽ മാറി. ഇപ്പോൾ ഷിയാസ് കരീമുമായിട്ടുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലും മെയിൻ ചാനലിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കുറെ ഓഡിയോ റെക്കോർഡ്സ് വന്ന്. അപ്പൊ താങ്കൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഷിയാസ് കർമ്മ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെന്നും തിരിച്ചു വരുന്നു. എന്താണ് ശരിക്കും അങ്ങനെ ഒരു ഷിയാസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ കർമ്മയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അനസായിട്ട് കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് ഷിയാസ് കരീം ഇതുപോലെ തന്നെ ഒരു ലേഡിയുടെ കേസ് തന്നെയാണ് അത്. അവർക്ക് അവരുടെ നിന്ന് ഫണ്ട് വാങ്ങിച്ച സീനിൽ തന്നെ അവർക്കിട്ട് തിരിച്ചു പണിയാൻ വേണ്ടിയിട്ട് ആദ്യം അനസിനോട് വന്ന് സംസാരിക്കുകയും, അനസ് അന്ന് പൊള്ളാച്ചിയിൽ വെച്ചിട്ടാണ്. അനസ് അത് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ അവർ ആദ്യം ഒരു ഫോൺ കോൾ ചെയ്തു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഷിയാസ് കുറച്ച് ഫണ്ട് വേറെ ഷിയാസ് ഫണ്ട് വാങ്ങി വാങ്ങിയ കേസ് ഷിയാസ് എന്ന് പറഞ്ഞ ഒരു ചുരിദാർ എവിടെയും കണ്ടു കഴിഞ്ഞാൽ അതിന് പുറകെ പോകും. അത് പൊതുവായിട്ട് അന്വേഷിച്ച് അറിയാൻ പറ്റും. ഒരുപാട് പെൺകുട്ടികൾക്ക് കുറെ കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ പലരും അദ്ദേഹം രക്ഷപ്പെട്ടു. പലരും പറയാൻ പേടിച്ചിട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ പുറകെ കുറെ ഗുണ്ടായ സംഘങ്ങളുണ്ട്. ഇപ്പം ഭീഷണിപ്പെടുത്തലൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ അത് പൊള്ളാച്ചിയിൽ വെച്ച് അങ്ങനെ പറയുകയും, പിന്നെ അത് അനസായിട്ട് നടക്കുന്ന സമയത്ത് ഷിയാസ് എന്നെ വിളിച്ച്, ഞാൻ ദുബായിൽ വെച്ചിട്ട് അനസും ഷിയാസ് ഒരുമിച്ചിട്ടുണ്ടെന്നുള്ള സമയത്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഷിയാസിനെ ഫോണിൽ വിളിച്ചായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയില്ല, ഇവനെടുത്തില്ല, ഫോൺ എടുത്തില്ല. അതിനുശേഷമാണ് ഷിയാസിനെ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ എടുത്തിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് ഷിയാസ് സമ്മതിച്ചിട്ടുള്ള വാർത്ത ന്യൂസിൽ വന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീമിന്റെ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒളിവിൽ പോയിട്ട് തന്നെ പിടിക്കാനും സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റയിൽ ഒരു 2 പെൺപിള്ളേരെ ഫോട്ടോ ഇട്ട് മെസ്സേജ് ചെയ്താൽ എവിടെ പോയാലും അതിലേക്ക് തിരിച്ച് മെസ്സേജ് അയക്കും. ഷിയാസ് പണ്ട് മുതൽ ഈ ഒരു സ്വഭാവക്കാരനാണെന്നാണോ പറയുന്നത്? ഞാൻ കണ്ടിടത്തോളം ഞാൻ അറിഞ്ഞ ഒരു ഇത് തന്നെയാണ് സംഭവം. ഷിയാസ് പെരുമ്പാവൂർ അനസുമായി നല്ല ബന്ധമാണെന്നുള്ള രീതിയിൽ ഇപ്പൊ താങ്കൾ തന്നെ പറയുകയുണ്ടായി. താങ്കൾ അനസിനൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ പണ്ടും ഷിയാസ് ഈ വക കൊട്ടേഷനുകൾ അനസിന് കൊടുത്തിട്ടുണ്ടോ? ഞാൻ അനസിനെ കണ്ടു ഒരു 3-4 വർഷത്തിന് ശേഷം പലതവണ ഷിയാസും അനസും ഒരുമിച്ചുണ്ടായിരുന്നു. പല വേദികളിലും ഞാൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. അന്നും പല വർക്കുകളുടെ കാര്യങ്ങളായിട്ടും കൊട്ടേഷൻ കാര്യങ്ങളായിട്ടും ഷിയാസ് ഈ ഒരു കൊട്ടേഷൻ മേഖലയിൽ ഷിയാസ് സഹായിക്കാറുണ്ട്. വർക്കുകൾ വരുമ്പോൾ അനസിന് കൊടുക്കും. അത് നമുക്ക് അനസ് നമ്മുടെ അടുത്ത് പറയും, നമ്മൾ ചെയ്യാറുണ്ട്. പണ്ട് ഇങ്ങനെ അടിപൊളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഷിയാസ് ഇതിനകത്തൊന്നും വരില്ല. ഇല്ലില്ല, പുള്ളി ഒരു നല്ലൊരു സെലിബ്രിറ്റി മോഡലിൽ മാറി നോക്കും. അപ്പൊ താങ്കൾ പറയുന്ന ഷിയാസ് പണ്ട് മുതലേ ഈ ഒരു പറ്റിക്കൽ സ്വഭാവം അദ്ദേഹത്തിനുള്ളതാണ്. അതെ. ഉള്ളു പെണ്ണിന്റെ ഇത് തന്നെയാണ് കൂടുതലായിട്ട്. അപ്പൊ ഇനി കൂടുതൽ കേസുകൾ വരാൻ ഇഷ്ടംപോലെ. ഇനി ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞിട്ട് മുന്നോട്ട് വരണം, ധൈര്യത്തോട് മുന്നോട്ട് വരണം. അതെ, എല്ലാവരും മിക്കവർക്കും ഈ മീഡിയ വഴി വരുന്നതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായതുകൊണ്ട് മാറിയിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ മാറി നിൽക്കണം. അപ്പൊ ആള് പെണ്ണ്, പണം, ഈ 2 ലക്ഷ്യങ്ങളും പെട്ടെന്നുണ്ടായതല്ല, മുമ്പേ ഉണ്ടായതാണ്. മരിച്ചിനിക്കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്നതാണെങ്കിലും ശരി, ആ തുണിക്കു തുളയിടാൻ കക്ഷി പോകുമെന്നാണ് ഇയാളെ കുറിച്ച് അറിയുന്നവര് പറയുന്നത്. പണത്തിനും മറ്റ് ആഡംബരതയ്ക്കൊക്കെ മുമ്പിൽ 60, 32, 24 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ വീണു പോവുകയാണ്. ആ വലയിൽ കുരുക്കപ്പെടുകയാണ്. അതിന്റെ വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള കുലുക്കവും ഷിയാസ് കരീമിന് യഥാർത്ഥത്തിലില്ല. ഇതൊക്കെ കള്ള കേസുകളാണ് തനിക്കെതിരെ നടത്തിയിട്ടുള്ളത്. താൻ ഓൾറെഡി വിവാഹിതനാണ്, ഒരു കുട്ടിയടക്കമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വിധി നിർണ്ണയിക്കേണ്ടത് മാധ്യമങ്ങളോ ഒന്നുമല്ല, കോടതി തന്നെയാണ്. ഇപ്പോൾ FIR മാത്രമേ ഉള്ളൂ. അതായത് പുറത്തു വന്ന ശബ്ദരേഖകൾ എൻ്റെ അടുത്തുണ്ട്. നിരവധി ശബ്ദരേഖകളാണ് ഷിയാസിൻ്റെതായും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്.
അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഷിയാസ് കരീം പണം ചോദിച്ചു, പണം വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം. അതിന് കൃത്യമായി അവർ കൊടുത്ത പരാതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരൊരിക്കലും ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന്റെ അവസ്ഥയിൽ അദ്ദേഹം വീഡിയോ ചിത്രീകരിക്കുകയും അത് പോൺ സൈറ്റിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 45 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രധാനം. 69 അതാണ് ഇവര് രണ്ടുപേരും പരസ്പര സമ്മതത്തോടുകൂടി കോഴിക്കോടും പലയിടങ്ങളിലും ഹോട്ടലുകളിൽ നടന്ന് ലൈംഗിക ബന്ധങ്ങൾ നടത്തി. പക്ഷേ ഇദ്ദേഹം അത് ഫോണിൽ പകർത്തി. രണ്ട് പേര് തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഒരാൾ പകർത്തി വെക്കുന്നത് നാളത്തെ കരുതലിന് വേണ്ടി തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെതിരെ എന്തെങ്കിലും ഇവരൊന്ന് വിരൽ ചൂണ്ടിയാൽ എനിക്ക് ഇതെടുത്ത് കാണിക്കണം എന്ന അർത്ഥത്തിൽ തന്നെയല്ല. അപ്പോ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ബന്ധം ശരിക്കു പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി ആയിരുന്നില്ല എന്ന് നമ്മൾ ഇതിനെടുത്ത് വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രത്യേകിച്ച് കക്ഷി പൊത്തകത്തെ പിടിച്ചതുകൊണ്ടാണ്. പൊത്തകം പറഞ്ഞിട്ടുള്ളതല്ലാതെ ഒന്നും ആള് ചെയ്യില്ല. ആള് ഭയങ്കര ക്ലീനാണ് അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല്. അതായത് മതം പൊട്ടിക്കുന്നു, മതം ഫോളോ ചെയ്യുന്നു, മതം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കക്ഷിയുടെ ജീവിതം മുഴുവനും. അപ്പോ ഇയാള് പണം വാങ്ങി എന്നത് നിഷേധിക്കുന്നില്ല. പക്ഷേ ആള് പറയുന്നത് എൻ്റെ ഉമ്മയും ഭാര്യയും സഹോദരിയും ഞാൻ അറിയാതെ ഈ സ്ത്രീക്ക് പണം കൊടുത്തിട്ടുണ്ട്. ആലോചിക്കണം, ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇയാൾ പറയുന്നു 65 വയസ്സുകാരി എൻ്റെ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയാണെന്ന് പറയുന്നു. പക്ഷെ അവർക്ക് 45 വയസ്സേ ഉള്ള, അവർ 1980 ജനിച്ച ആളാണ്. അതിന്റെ എല്ലാ രേഖകളും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയുമായിട്ട് വായിൽ അടിച്ചു കൊടുക്കാൻ പോകുന്ന ഈ മകനെ കുറിച്ച് സമൂഹത്തിൽ ഒരുപാട് വെട്ടുകിളി ഫാൻസ് വന്നിട്ട് നമ്മളെ അറഞ്ചം പുറഞ്ചം തെറി പറയാ ഇവനെ വിമർശിക്കുന്നതിന്റെ പേരിൽ. അപ്പോ ഇവൻ ചോദിക്കട്ടെ, ഇവന് പണം കൊടുക്കാൻ ഏറ്റവും എളുപ്പം ഇവന്റെ ഉമ്മയും ഭാര്യയും സഹോദരിയും അല്ലേ? മറ്റൊരു സ്ത്രീക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഇവൻ പണം വാങ്ങിക്കേണ്ട കാര്യം എന്താ? ഈ വോയിസ് കേൾക്കുമ്പോൾ വ്യക്തമാകും ഇവൻ എത്രമാത്രം പണത്തട്ടിപ്പുകാരനാണെന്ന്. കോയമ്പത്തൂരിലും പോകേണ്ടി ചിലപ്പോ നോമ്പിന്. മാഷാ അല്ലാഹ്, ദുആ ചെയ്യട്ടോ. എന്ത് തെമ്മാടിത്തരം ചെയ്താലും ആകെയുള്ള ഒരു സമാധാനം ഇതാണ്, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. മറ്റത് കിട്ടാണെ അയക്കട്ടെ, എനിക്ക് പണം കിട്ടിയാലേ ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യില് പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. പറയണ്ട, ഒരാൾ തന്നെ 10-35,000 രൂപ കൊടുത്തുന്നാലും വീട്ടിലെ സൈഡില് പണിയെടുക്കുന്നുണ്ട്. പറയണ്ട, ഇപ്പൊ തന്നെ ഒരു 1 ലക്ഷം രൂപ അടുത്തായി. എന്തൊരവസ്ഥയാണ് പഠിച്ചോ ഫിനാൻഷ്യലി. ഇവന്റെ വീട്ടിൽ പണി നടക്കുന്നതിന് ഈ സ്ത്രീയോട് പണം വാങ്ങിയിട്ടാണ് ഇവൻ ചെയ്യുന്നത്. എന്നിട്ട് ഇവൻ പറയാണ് ഉമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും സ്വർണം അവൾ വാങ്ങിച്ചെന്ന്. ഒന്ന് സ്റ്റഡി ആവുന്നതിന് വീണ്ടും ഓരോ പണികളായിട്ട് വരും വീട്ടിലെ. പറയണ്ട, 1 ലക്ഷം രൂപ അത് എന്തിനാ പോയിന്ന് അറിഞ്ഞില്ല. അല്ല, ബാംഗ്ലൂര് ഞാനാ പെട്ടിക്കടി, എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ഹാജർമാർത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ്മ 30,000 രൂപയ്ക്ക് പണിയെടുക്കാന്ന് കൊണ്ട് തുടങ്ങിയതാ. ഇപ്പൊ 1 ലക്ഷം രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്ന് പറയണ്ട. പോളി വന്ന് കൊഞ്ചാതെ എന്നെ വരില്ല. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തൂല. കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. നിനക്ക് ഞാനും എന്റെ കുടുംബം പിന്നെ ആരുള്ള ഞാൻ പറയാം. ഇപ്പൊ നിലവില് അത് പൊളിക്കും. നിർത്തടി ചലക്കാതെ. അതെ അതെ അതെ, ഞങ്ങള് സെയിം പൈസ കേട്ടാ. അതെ, വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് ചാടിന് മുമ്പ് വിളിച്ച് വിളിക്കണ്ടാ. ഓക്കെ, ഷിയൂന്നല്ലേ, ഷിയു ഓർമ്മ വാങ്ങിച്ചിടാൻ പറഞ്ഞോ അവരത്. ഇതിന്റെ വിലയുള്ളതാണേ 20,000 രൂപ ഉണ്ട്. അപ്പൊ ഓർമ്മ വിലയുടെ സൺഗ്ലാസ് ഓർമ്മ വാങ്ങിച്ചിടാൻ പറയാം. വിലയുള്ളതുകൊണ്ട് വയ്ക്കണേ. എന്തായാലും അയക്കേ.
10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. 10 ലക്ഷം. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ ഇതിൻ്റെ 20 ലക്ഷം രൂപ വരെ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെ ഉള്ളൂ. അത് ഓക്കെ ആവാൻ എൻ്റെ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരെയിരിക്കും എന്തായാലും. ഇൻഷാ അല്ലാഹ് റെഡിയാക്കി എടുക്കണം എന്തായാലും. അത് അവിടുന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിനുമ്പോ നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, നോമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഞാൻ ടാക്സ് അടയ്ക്കാമെന്ന്. ഇപ്പൊ അടയ്ക്കണം, അല്ലെങ്കിൽ പണി പാടും. നീ പൈസ ആയിട്ട് തന്നായിട്ടോ. അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. അത് ഭയങ്കര ഇതൊക്കെ ഇതിൻ്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, ഓക്കെ. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെന്റ്സിനെ കുറച്ച് അഡ്വാൻസ് കൊടുക്കാം. ഓക്കെ, ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ വലിക്കാൻ പറ്റും ATM ൽ നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ അത് അടച്ചാൽ പോയിക്കോളും. ജിമ്മിന്റെ പണി തുടങ്ങണം ഈ ദിവസങ്ങൾ. നോമ്പിനൊക്കെ പണി തുടങ്ങണം. വയറിങ്ങും പ്ലംബിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെയിന്റിങ്ങൊക്കെ ചെയ്യണം. നോക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. എന്ത് ചെയ്യാനാ? മറ്റേ എന്തായി മറ്റേ ഫണ്ടിന്റെ കാര്യം? ഞാൻ ഫോട്ടോ എടുത്തല്ലോ, അവരെടുത്തിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ, അയച്ചാം. വേറെ വിശേഷം? എവിടെയുള്ള എന്താ ആല്? എല്ലാം ഓക്കെ അല്ലേ? കുറച്ച് ഇത് വേണ്ടിയിട്ടോ നമ്മള് തുടങ്ങാൻ പോണ പരിപാടി, പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. അത് എനിക്ക് തന്നാൽ മതി പൈസ ആയിട്ട്. അക്കൗണ്ടിൽ ഉണ്ടോ? കാരണം ഈ ട്രാൻസാക്ഷൻ മറ്റേ ഇത് GST ഇഷ്യൂ വരും. തന്നാൽ ഞാനത് പതുക്കെ പണി 10 ആയിട്ട് തന്നാൽ മതി. അപ്പോൾ പണി തീർക്കാൻ പറ്റും. റെഡിയാക്കി. പൈസ വേണത് എന്തായാലും റെഡിയാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം. ജിമ്മിൻ്റെ പരിപാടികൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊന്നും വിഷയമല്ല. അത് പണി നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. പൈസ ഫണ്ട് ഇടി നമുക്ക് അതൊക്കെ മെഷീൻ അഡ്വാൻസ് കൊടുക്കാം. പിന്നെ അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് മാറ്റിന് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ അവിടെയുള്ള കുറച്ച് പെയിൻറ്റിങ്, പ്ലംബിങ്, വയറിങ്ങൊക്കെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മെഷീനുകൾ നമുക്ക് മാറ്റാം. ഒരു 2 ആഴ്ച അവർക്ക് അവധി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ മാറ്റി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം വെക്കണം. മാളിനുകൾ വരുത്തിക്കാം. എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, തണലായിട്ടും. അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ്. അത്രയും. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷിനോടെ ഉണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും. അത്ര മതി. അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ശ്രദ്ധിക്കും എന്ന് പറയണേ. ദിവസം അനീറ്റ് നമ്മുടെ അപ്പൂൻ്റെ ഗേൾഫ്രണ്ട് അവളെന്ന് പറഞ്ഞു നജ്മാനെ ഫ്ലാറ്റ് സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസ്ക്കാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഇത് മാറി ചോദിച്ചു. അവൾ നജ്മാക്ക് വലിയ എതിരെയുള്ള ആളിന്റെ പേരാണ് നജ്മ. ആ സ്ത്രീയാണ് പറ്റിക്കപ്പെട്ടത്. ബോയ് ഫ്രണ്ടിലുണ്ടോ ഇടയ്ക്ക് നീ ലവിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാന്താന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കും മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് പോകുന്ന അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിന്റെ വില പോകും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ.
അവള് ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാണ്. നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് തോന്നാം. നിനക്കറിയില്ല അത് എങ്ങനെ ഡീൽ ചെയ്യുന്നു. അതിൽ മോഹൻ എന്നൊക്കെ പറഞ്ഞിട്ടാൽ മതി. ഞാനങ്ങനെ ഒന്നുമില്ല, അത് ഒഴിവാക്കണതിന്. അത് നിന്നെ ഭയങ്കര കാര്യമാണ്, ഉമ്മാനെ പോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ. കക്ഷി പണം വാങ്ങിക്കേണ്ടുന്ന കാര്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതല്ല തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രധാനം. 69 ലക്ഷം രൂപ ചോദിച്ചു, അതിൽ 45 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു പരാതിയാണ് എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അത് പ്രകാരമുള്ള ശബ്ദ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഈ വസ്തുത ശരിയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് എങ്ങനെയാണ് മുഹമ്മദ് ഷിയാസ് കരീം ഇത്രയും പ്രശസ്തനായത്? ഷിയാസ് കരീം പ്രശസ്തനായത് ബിഗ് ബോസിൽ അദ്ദേഹം പങ്കാളിയാവുകയും അവിടെ നിന്ന് വലിയ ആരാധകരുണ്ടാവുകയും ഈ ആരാധക വൃന്ദത്തിൽ സ്ത്രീകളും യുവതികളൊക്കെ ഉണ്ടാവുകയും ആ സ്ത്രീകൾ ആരാധന മുഖത്ത് ഇത്തരം ആളുകളെ പിന്നാലെ പോവുകയും ചെയ്തത് തന്നെയാണ് ഇതിനെ ദുരന്തമുണ്ടായിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. ഷിയാസ് പറയുന്നത് തന്റെ വീട്ടിൽ നിന്നും സ്വർണം മേടിച്ചിരുന്നു, അതിൽ പണം കാണാൻ മേടിച്ചിരുന്നത് തിരിച്ചു ചോദിച്ചതാണ് എന്നാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും ആ ഓഡിയോ സംഭാഷണത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ ഓഡിയോ സംഭാഷണങ്ങൾ നമുക്ക് പുറത്തുവിടാം. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിലുണ്ട്, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഇഷ്യൂസ് എനിക്ക് വരും. അപ്പോൾ നീ എനിക്കത് പൈസ വാങ്ങിച്ചു കൈ വെച്ചാൽ മതി. ആ നല്ലത് അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ 2 വർഷം ഇൻകം ടാക്സ് അടച്ചിട്ടില്ല, അത് അടയ്ക്കണം. ജിമ്മോളിങ്ങനെ അടയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് പണിയിട്ട് അത് കുറച്ച് കടമൊക്കെ ഒന്നുണ്ടാ. അനുമോൾക്ക് ഒരു 1,40,000 രൂപ ഉണ്ട്. എന്തായാലും അയക്കേ 10 മിനിറ്റ്. ഇതിനകത്ത് അനുമോൾക്ക് 1,40,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു. മറ്റൊരു വോയിസില് നിന്നെയാണ് ഞാൻ ആദ്യം കണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യയായിട്ടുള്ള ദർഫയെ കണ്ടത്. അപ്പോൾ നിനക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം, നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റെ ഭാര്യ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അനുമോൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവുമല്ലോ. ദർഫ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കില്ല. കാര്യം ദർഫനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതാണ്. അപ്പൊ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടന്റ്. അത് ഒരു കാര്യം മനസ്സിലാക്കുക. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇനാഗ്രേഷനല്ലേ. 1,40,000 അനുമോളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് കാക്ക പറഞ്ഞു. പറ കാക്ക. 1,40,000 രൂപയുടെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കാനും ഇല്ല, എനിക്ക് തരാനും ഇല്ല. ഇക്കയുടെ കല്യാണമായ സമയത്ത് ഇക്കയ്ക്ക് ഞാൻ 1 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇക്ക കുറച്ച് കടമൊക്കെ ഒന്നുണ്ടാ. അനുമോൾക്ക് ഒരു 1,40,000 രൂപ ഉണ്ട്. എല്ലാ കള്ളിയും വെളിച്ചത്തായിരിക്കുന്നു. അപ്പോൾ ഇനിയും നുണ പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉള്ളവനായിരിക്കണമെന്ന് പറയും. ഇനി ആ കൊച്ചു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ 1,40,000 രൂപ എനിക്ക് തരാനില്ല എന്ന്? കാരണം വിവാദങ്ങളിൽ നിൽക്കുവാണല്ലോ. അപ്പൊ ഇവൻ ഇനിയിപ്പൊ പറഞ്ഞത് സത്യമാണ്, ഒന്നും അറിയില്ല. എന്തായിരുന്നാലും അവനവൻ കുഴിച്ച കുഴിയിലാണ് അവനവൻ വന്ന് വീണിരിക്കുന്നത്. ഒരാളെ പറ്റിക്കണം, തട്ടിക്കണം, കബളിപ്പിക്കണം, വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മറ്റൊരാളുടെ പണം കണ്ടോ, സൗന്ദര്യം കണ്ടോ, ശരീരം കണ്ടോ, അവരുടെ ആസ്തി കണ്ടോ, അവരുടെ പോപ്പുലാരിറ്റി കണ്ടോ ഒക്കെ ചാടി വീഴുന്ന ആളുകൾക്കൊക്കെ ഇതൊരു പാഠമാണ്. നന്ദി.